ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 7 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിന് നവചേതനയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. ദയവായി 12ാം ഗൃഹസന്ദർശനത്തിന് മുൻപ് ഈ വീഡിയോ കണ്ടുവെന്ന് ഉറപ്പുവരുത്തുക. ഗൃഹസന്ദർശന വേളയിൽ 7 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ കൈവരിക്കേണ്ട പ്രധാന വളർച്ചാഘട്ടങ്ങളെക്കുറിച്ച് മാതാപിതാക്കളോട് വിശദീകരിക്കുക. അതിനുശേഷം വീഡിയോയിൽ നിർദ്ദേശിക്കുന്ന ലളിതമായ പ്രവർത്തനങ്ങൾ കുഞ്ഞിനൊപ്പം ചെയ്ത് മാതാപിതാക്കളെ കാണിക്കുക. ഇത് കണ്ടു പഠിച്ച ശേഷം എല്ലാ ദിവസവും കുഞ്ഞിനോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. ഈ പ്രവൃത്തികളിലൂടെ സാധാരണഗതിയിൽ 9 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇരുവശങ്ങളിലേക്കും ഒരുപോലെ ഉരുളുക, കളിപ്പാട്ടങ്ങൾ പിടിക്കാൻ എല്ലാ വിരലുകളും ഉപയോഗിക്കുക, പരിചിതമായ മുഖങ്ങളോ കളിപ്പാട്ടങ്ങളോ നോക്കി തലതിരിക്കുക, മുന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങൾക്കായി തിരയുക, പേര് വിളിക്കുമ്പോൾ പ്രതികരിക്കുക. കുഞ്ഞിനോടൊപ്പം എല്ലാ ദിവസവും സ്നേഹത്തോടെ ഇത്തരം ലളിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഈ വളർച്ചാഘട്ടങ്ങൾ കൃത്യസമയത്ത് കൈവരിക്കാൻ അവരെ സഹായിക്കുന്നു. നവചേതന നിർദ്ദേശിക്കുന്നതനുസരിച്ച് 7ാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പ്രധാന പരിശീലനങ്ങൾ: കുഞ്ഞിനോടൊത്തുള്ള ഒളിച്ചേപ്പാത്തെ, പന്തിനുവേണ്ടി എത്തുന്നത്, ചുണ്ടനക്കങ്ങൾ, കുളിസമയ തമാശ. അച്ഛനമ്മമാരെ തിരിച്ചറിയാൻ പ്രോത്സാഹിപ്പിക്കുന്ന ലളിതമായ കളികളിലൂടെ ഈ അച്ഛൻ തന്റെ കുഞ്ഞിന്റെ കാണാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അച്ഛനെവിടെ? അച്ഛനെവിടെ? വാവേ, അച്ഛനെവിടെ? അച്ഛനെവിടെയാ? വാവേ. അതെ, ദിവസവും ഈ ലളിതമായ ആക്ടിവിറ്റികൾ ചെയ്യുന്നതിലൂടെ പരിചരിക്കുന്നവർക്ക് ജീവിതത്തിന്റെ ആദ്യത്തെ 3 വർഷങ്ങളിൽ ഒരു കുഞ്ഞിന്റെ വികസനത്തിന് ശക്തമായ പിന്തുണ നൽകാൻ കഴിയും.